ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തന്റെ നിലപാട് അല്പം കടുപ്പിച്ചിരുന്നു. അദ്ദേഹം നേരെ ഗുരുവായൂർ ദർശനം നടത്താൻ പോവുകയും ചെയ്തു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ചതിന് പിന്നാലെ തന്റെ രാജി സന്നദ്ധതയും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ച് ശ്രീ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട സതീശനെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. വി.ഡി. സതീശന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും യു.ഡി.എഫ് പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനുള്ളത് എന്നും ചെന്നിത്തല പറഞ്ഞു. മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നാണ് ചെന്നിത്തല മറുപടി പറഞ്ഞത്. ഇന്നലെ നടന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ ചെന്നിത്തല പങ്കെടുത്തിരുന്നില്ല. ഗുരുവായൂരിൽ നിന്ന് ഇന്ന് 9 മണിയോടെ തിരുവനന്തപുരത്ത് നിന്ന് രമേശ് ചെന്നിത്തല പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. തന്നെ പിന്തുണക്കുന്ന നേതാക്കളെ രമേശ് ചെന്നിത്തല തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. ഇനി രമേശ് ചെന്നിത്തല രാജിവെക്കാൻ നോക്കിയാൽ തന്നെ ഹൈക്കമാൻഡ് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നത് ഉറപ്പാണ്. ആഭ്യന്തര വകുപ്പ് അടക്കം അദ്ദേഹത്തിന് കൊടുക്കാനും തയ്യാറാകും എന്നാണ് സൂചനകൾ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ രമേശ് ചെന്നിത്തല നിരാശയിലായിരുന്നു എന്നത് ശരിയാണ്. അതിന് പിന്നാലെയാണ് എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂർ പോകുന്ന പതിവ് ചടങ്ങിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. സതീശനാണ് മുഖ്യമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചതിന് പിന്നാലെ വീടിന്റെ പിന്നിലെ വഴിയിലൂടെ പുറത്തേക്ക് പോയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് എം.എൽ.എമാരുടെ നിയമസഭാ കക്ഷി യോഗത്തിലും പങ്കെടുത്തില്ല. പകരം വി.ഡി. സതീശന് പിന്തുണ അറിയിച്ച് ഒരു കത്ത് നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ഗുരുവായൂരിൽ വെച്ച് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചതോടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കൈവന്നിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ഇനിയൊരു ഇലക്ഷനും ഭരണവും ഒക്കെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നത് പ്രായാധിക്യം തന്നെയായിരിക്കും. ഇപ്പോൾ 70 വയസ്സുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കേരള സംസ്ഥാനത്തെ ഒരു സുപ്രധാന വകുപ്പ് നയിക്കുന്ന മന്ത്രിയാകാൻ കിട്ടുന്ന ഒരു സുവർണാവസരം കൂടിയാണ് ഇപ്പോഴത്തേത്. അത് അദ്ദേഹം പാഴാക്കില്ല എന്ന് തന്നെ കരുതാം. ഗുരുവായൂർ ദർശനത്തിന് ശേഷം ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ ചെന്നിത്തല 9:30 ശേഷം എത്തിച്ചേർന്നു. മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അതെല്ലാം രാവിലെ ഒരു പ്രാവശ്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതേസമയം ഘടകകക്ഷികൾക്കുള്ള മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളും തീരുമാനിക്കാൻ യു.ഡി.എഫ് നേതൃയോഗം ഇന്ന് വൈകിട്ട് ചേരും. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടായേക്കും എന്നാണ് സൂചനകൾ. വ്യവസായം, വിദ്യാഭ്യാസം, തദ്ദേശം, പൊതുമരാമത്ത് ഉൾപ്പെടെ മുൻപ് കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെ നൽകും. പൊതുമരാമത്ത് ആഗ്രഹിക്കുന്ന കേരള കോൺഗ്രസിനെ ജലവകുപ്പ് നൽകി തൃപ്തിപ്പെടുത്താനാണ് നീക്കം. തൊഴിൽ വകുപ്പ് വേണ്ടെന്ന് അഭിപ്രായമുള്ള ഷിബു ബേബി ജോൺ ഫിഷറീസിലും ടൂറിസ്റ്റിലുമാണ് കണ്ണുവെക്കുന്നത്. ഒരു സീറ്റ് മാത്രമുള്ള ചെറിയ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം വെക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്നാണ് സൂചനകൾ.